തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിലെടുത്ത കേസിലെ പ്രതി സുഗാന്ത് സുരേഷിന് ജാമ്യം. അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടം പൂർത്തിയായതിൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഷപ്നയുണ്ട് വിശദാംശങ്ങളുമായി. ഷപ്ന, എന്തെല്ലാം വ്യവസ്ഥകളാണ് ജാമ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? വുമായി ബന്ധപ്പെട്ട് ഈ സുഹൃത്ത് സുഗാന്ത് സുരേഷിനെ നേരത്തെ തന്നെ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നീട് ജാമ്യാപേക്ഷയാണ് കോടതിയെ സമർപ്പിച്ചത്. ഈ ജാമ്യാപേക്ഷയിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുഗാന്തിനെ ജാമ്യം അനുവദിച്ചത്. ഇതോടൊപ്പം തന്നെ കർശനമായ ഉപാധികളും വെച്ചിട്ടുണ്ട്. രാജ്യം വിട്ടു പോകരുത്, അന്വേഷണവുമായി സഹകരിക്കണം, പൂർണ്ണമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ സഹകരിക്കുകയും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുകയും വേണം. സാക്ഷികളെ സ്വാധീനിക്കാനോ ഈ കേസുമായി ബന്ധപ്പെട്ട് ആളുകളുമായി സംസാരിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത്രയും ദിവസം ജയിലിൽ കഴിഞ്ഞത് കണക്കിലെടുത്താണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്.